യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഹങ്കാരമെന്ന മൂലപാപത്തെ വെടിയാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ആ പാപത്തിൻ്റെ ബന്ധനങ്ങൾ വിട്ട് പുണ്യത്തിൻ്റെ വഴിയോട് ചേരാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എളിമയെന്ന പരമപുണ്യം ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൂടുതൽ ആത്മീയ അനുഗ്രഹ വഴികളോട് ചേർന്ന് വ്യാപരിക്കാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം ദിവ്യകാരുണ്യത്തെ നോക്കാം. സ്നേഹമപ്പമായി മാറി എളിയവനായ എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിലായിരിക്കുമ്പം യേശു നമ്മളോട് പറയുന്നുണ്ട്, നിന്റെ ജീവിതത്തെ നീ ഈ അപ്പത്തിലേക്ക് ചേർത്ത് വയ്ക്കണം. നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമുക്ക് ഓർമ്മിക്കാം. നോമ്പിൻ്റെ ഈ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ അഹങ്കാരത്തെ വെടിഞ്ഞ് എളിമയെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒന്ന് സ്വീകരിച്ചേറ്റുവാങ്ങി പുതുസൃഷ്ടിയാവുക എന്ന സ്വർഗസ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ പാഠം, നീ ജീവിതത്തിൽ പഠിപ്പിച്ച വിചാരം, ശിഷ്യരിലൂടെ കൈമാറി കിട്ടിയ ചൈതന്യം ചോർന്നുപോയതോർത്ത് ഇതാ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങളും ഈ ദിവ്യകാരുണ്യ സന്നിധിയിലൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തെ ഈ നോമ്പിൻ്റെ ചൈതന്യത്തിനിണങ്ങുന്ന വിധം രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഹങ്കാരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നിലപാട് കൊണ്ട്, എളിമയുടെ കുറവ് കൊണ്ട് എനിക്ക് നഷ്ടമായത്, എൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയ മുഴുവൻ ചൈതന്യങ്ങളെയും തിരികെ നേടാനുള്ള കൊതിയും ദാഹവും ഈ ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധാനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, കർത്താവേ മഹത്വം, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ നന്ദി,
ദൈവമേ ആരാധന 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 ആരാധന. കർത്താവേ നന്ദി. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ, ബന്ധങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ അഹങ്കാരത്തെ പരിഹരിക്കണമേ, ഞങ്ങളെ എളിമ കൊണ്ട് നിറയ്ക്കണമേ, ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ, ഞങ്ങളുടെ സ്വാർത്ഥത വിട്ടുപോകട്ടെ കർത്താവേ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ നന്ദി. ദൈവമേ ആരാധന, ദൈവമേ മഹത്വം 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 മഹത്വം. കർത്താവേ നന്ദി. ദൈവമേ ആരാധന 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 ആരാധന. കരങ്ങളൊന്ന് ഹൃദയത്തോടെ ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു. അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ: ഞാനെന്ന ഭാവത്തിലൂന്നി വിനയം നഷ്ടപ്പെട്ട് സ്വാർത്ഥതയിൽ കുടുങ്ങുമ്പം നമ്മൾ അഹങ്കാരിയാവുന്നു. എനിക്കെന്തോ ഉണ്ട് എന്നും, എൻ്റെ കഴിവാണ്, എൻ്റെ കണക്കുകൂട്ടലാണ്, എൻ്റെ അധ്വാനമാണ്, ഞാൻ ആർജിച്ചതാണ് എന്നൊക്കെ പറയുമ്പം ഓർക്കണം, സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം ദൈവം തന്നതാ. ഒരു തലമുടി നാരിട കൊഴിയണത് പോലും അറിയുന്നവൻ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണും മുമ്പേ സ്വപ്നം കണ്ടവൻ, നാശത്തിനല്ല ക്ഷേമത്തിൻ്റെ പദ്ധതി ഒരുക്കുന്നവൻ, ആ തമ്പുരാനാ പറയണേ. ആ തമ്പുരാൻ്റെ മുമ്പിൽ പറയാൻ ചെങ്കോറ്റുണ്ടാവട്ടെ. ഞാനാകുന്ന ഓർബിറ്റിന് ചുറ്റും കറങ്ങുന്ന ഒരു ജീവിതമാണോ എൻ്റേത്? അഹങ്കാരം ഒരാത്മപൂജയ. ദൈവത്തിന് പകരം അവനവനെ പ്രതിഷ്ഠിക്കുന്ന ഒരു കർമ്മമാണത്. എൻ്റെ ദൈവം പുറത്താക്കപ്പെട്ടു. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 7-ഉം 9-ഉം വചനത്തിൻ്റെ ചൈതന്യമിതാ: അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ദൈവമനുഷ്യ ബന്ധങ്ങളുടെ വീതിയിലെ തടസ്സമാണ് അഹങ്കാരമെന്ന് തിരിച്ചറിയാം. വെറും ചാരമായി മാറുന്ന എൻ്റെ ജീവിതം. പ്രഭാഷകൻ 16:18 പറയുന്നില്ലേ, അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. തമ്പുരാനൊരു വാണിംഗ് തരിക. ഈ വലിയ നോമ്പിൽ, ഈ 50 നോമ്പിൽ നീ തിരിച്ചറിയണം. ഈശോയെ നോക്കിയിട്ട് പറഞ്ഞേ, സ്വന്തമായിട്ടൊന്നുമില്ല, സർവ്വതും നിന്റെ ദാനം. ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ കർത്താവേ, നീ തന്നതല്ലാതെ, നിന്റെ സ്നേഹത്താൽ ചേർത്തതല്ലാതെ, നിന്റെ ജീവിതത്തിലൂടെ നീ ഔദാര്യപൂർവ്വം അഭിഷേകമാക്കി രൂപാന്തരപ്പെടുത്തിയതല്ലാതെ ഒന്നുമില്ലെന്ന് ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കിയിട്ട് ചങ്കിത്തട്ടി എന്ന് പറയാൻ പറ്റും. നാളത്തെ ദിനം യാക്കോബസ്ലീഹ പറയണില്ലേ, നീ ഇന്നയിടത്ത് പോയി ഇന്നതുപോലെ അധ്വാനിച്ച് ഒരുപാട് വീരകാര്യങ്ങളൊക്കെ ചെയ്തുവെന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയുക? ഭോഷനായ ധനികന്റെ ജീവിതം ലൂക്കാസ് സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ? തിന്നുകുടിച്ച് ആനന്ദിക്കാൻ ആത്മാവിനോട് പറഞ്ഞ് അറപ്പുര പൊളിച്ച് ആഘോഷത്തോടെ കഴിയുന്നവനോട് ഇന്ന് രാത്രിയിൽ ആത്മാവിനെ മടക്കി ചോർച്ച പിന്നെ നീ സ്വരുക്കൂട്ടിയത് അത് പാഴ്വേലയല്ലേ? ഈശോയെ നോക്കി, സ്വന്തമായിട്ടൊന്നുമില്ല ഈശോയെ, എല്ലാം നിന്റെ ദാനമാണെന്ന് സ്നേഹത്തോടൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിൻ ദാനം. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടമായാൽ പ്രയോജനമില്ലെന്നുള്ള അവബോധത്തിലേക്ക് ഒരിക്കൽ കൂടെ കൃപയോടെ ചേർന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കിയിട്ട് ഒരിക്കൽ കൂടെ നമുക്ക് ഈശോയോട് പറയാം, സ്വന്തമായിട്ട് ഒന്നുമില്ല ഈശോയെ, ഒക്കെ നിന്റെ ദാനമാണെന്ന് ഒരുമയോടെ ഏറ്റുപാടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 3:28 പറയണത്, അഹങ്കാരികളുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല, അത് പരിഹരിക്കാൻ പറ്റില്ല. അഹങ്കാരം നൽകുന്ന കഷ്ടതയെ ഈ ലോകത്തിൽ പരിഹരിക്കാനാവില്ലെന്നാണ് പ്രഭാഷകൻ പറയണത്. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുളച്ച് വളരുന്നു. അഹങ്കാരിയുടെ ജീവിതത്തിൽ അവൻ പോലും അറിയാതെ ഒരുപാട് ദുഷ്ടത വളരും. അവൻ്റെ കൂട്ടുകെട്ടുകൾ കൂടും, അവൻ്റെ ആഘോഷങ്ങൾ വർദ്ധിക്കും, അവരുടെ ജീവിതം ദുരന്തമായി മാറും. ഒരുപാട് ജീവിതങ്ങളെ അങ്ങനെ കാണുക. സമ്പത്ത് കൂടിയപ്പോൾ, സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടപ്പോൾ പങ്കുവെക്കേണ്ടതൊക്കെ പങ്കുവെക്കാതെ ദൈവം തന്നതാണെന്നുള്ള അവബോധങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെ അഹങ്കാരത്തോടെ ജീവിച്ച ജീവിതങ്ങൾ. പൗലോസ്ലീഹ പറയണില്ലേ 1 കൊരിന്ത്യർ 4:7, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ സ്വന്തം എന്ന വിധത്തിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? എല്ലാം നിൻ ദാനമാ. കർത്താവേ, നേടിയതാണെന്നും കഴിവിൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കേണ്ടതാണെന്നുമൊക്കെ എന്നിലെ സ്വാർത്ഥതയും അഹങ്കാരവും എന്നെ ഓർമ്മപ്പെടുത്തുമ്പോഴും എൻ്റെ കൂടെയുള്ള എൻ്റെ അകക്കാമ്പിലെ തമ്പുരാൻ പറയാനുണ്ട്, മോനെ മോളെ, എല്ലാം ദാനമാണ്. പറയാൻ പറ്റുമോ ഈശോയോട്? പറയാൻ സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എല്ലാം ദാനമാണെന്ന് സ്നേഹത്തോടെ ഈശോയോട് പറയാൻ കഴിയട്ടെ. അഗസ്തീനോസ് പുണ്യം പറയുന്നുണ്ട്, ഒരുവന് അവൻ്റെ തന്നെ നന്മയിലും മഹിമയിലുള്ള സ്നേഹമാണ് അഹങ്കാരം എന്നതിൻ്റെ അർത്ഥം. ഞാൻ എന്തോ ആണെന്ന് കരുതുന്നവൻ, എനിക്ക് എന്തൊക്കെയുണ്ടെന്ന് ചിന്തിക്കുന്നവൻ, ബാബേൽ അനുഭവം പോലെ ഉൽപ്പത്തി 11 നമ്മൾ വായിക്കുന്നുണ്ട്. ബാബേൽ അനുഭവം, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ആകാശം മുട്ടുന്ന ഗോപുരം പണിയാനുള്ള ബാബേൽ നിവാസികളുടെ അഹങ്കാരത്തിൻ്റെ ആഗ്രഹത്തെ ഭാഷകൾ ഭിന്നമാക്കി ചിതറിക്കുന്ന ദൈവം. സാംസൺ എന്ന ശക്തനായ മനുഷ്യൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 14 നമ്മൾ വായിക്കുന്നുണ്ട്. തകർന്ന് തരിപ്പണമാകുന്ന മനുഷ്യനായി ശക്തൻ മാറുന്നു. കർത്താവേ, 16-ാമത്തെ വയസ്സിൽ രാജാവായ ഉസിയ, ഇസ്രായേലിൻ്റെ രാജാവ്, അവസാനം തകർന്ന് തരിപ്പണമാവുന്നുണ്ട്. 2 ദിനവൃത്താന്തം 26:16 ഓർമ്മപ്പെടുത്തും. പ്രാബല്യം നേടിയപ്പോൾ ഉസിയ അഹങ്കാരമുള്ളവനായിട്ട് മാറി. അതവനെ നാശത്തിലേക്ക് നയിച്ചു. എല്ലാം നിന്ദാനമാണെന്ന് ഈശോയെ നോക്കിയൊന്ന് പറഞ്ഞേ. നീ തന്നത് മാത്രമുള്ള ഈശോയെ. ഇരിക്കണതും നടക്കണതും കിടക്കണതും, കൺപോളകൾ അനങ്ങണതും, കൺപീലികൾ അന്തരീക്ഷത്തിൻ്റെ മാലിന്യങ്ങൾ തടയണതും, ഈശോയെ, ഓരോ ചലനത്തിൻ്റെ പുറകിലും നിൻ്റെ സ്പർശമുണ്ടെന്ന്, കയ്യൊപ്പുണ്ടെന്ന്, നിൻ്റെ കരുതലുണ്ടെന്ന്, നിൻ്റെ കാവലാണെന്ന് നന്ദിയോടോർത്തുകൊണ്ട് എല്ലാം നിന്ദാനമല്ലേ? എല്ലാമെല്ലാം നിന്റെ ദാനം, എല്ലാമെല്ലാം നിന്റെ ദാനം, എല്ലാമെല്ലാം നിന്റെ ദാനം, എല്ലാമെല്ലാം നിന്റെ ദാനം. നേടിയതൊന്നുമില്ല, എല്ലാം ഈശോ നിന്റെ ദാനം. നേടിയതൊന്നുമില്ല, എല്ലാം ഈശോ നിന്റെ
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് പറയുക, നിന്റെ അഹങ്കാരത്തെ, ആ കൂർത്തുമൂർത്ത ഭാവത്തെ നീ അൾത്താരയുടെ അഗ്നിയിലേക്ക് ചേർത്ത് വെച്ചേ. തമ്പുരാൻ നിന്നെ ഒന്ന് ഉരുക്കി മെരുക്കി രൂപാന്തരപ്പെടുത്തട്ടെ. നിന്റെ നോമ്പും ഉപവാസങ്ങളും പരിത്യാഗത്തിൻ്റെ വഴികളുമൊക്കെ നിന്നിൽ നീ പോലും അറിയാതെ രൂപപ്പെട്ട അഹന്തയുടെ, എന്തോ ആണെന്ന ചിന്തയുടെ വലുപ്പം ഭാവിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ സവിശേഷതകളെ ഒന്ന് പരുവപ്പെടുത്താൻ, പാകപ്പെടുത്താൻ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി വിട്ടുകൊടുത്തിട്ട്, കർത്താവേ, ഞങ്ങളിതാ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയേ, ദിവ്യകാരുണ്യ ഈശോയേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അഹങ്കാരത്തെ വെടിയാനും എളിമയിൽ വളരാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അറിഞ്ഞും അറിയാതെയും അവിടുത്തെ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ജീവിതത്തിൽ ഇന്നോളം ദൈവത്തിനും ദൈവകാര്യത്തിനും പ്രാമുഖ്യം കൽപ്പിക്കാതെ ഞങ്ങളുടേതായ വഴികളിലൂടെ കണക്കുകൂട്ടലിലൂടെ ജീവിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. തുടർന്നും അവിടുത്തെ തിരുമുമ്പിൽ എളിമയോടെ വ്യാപരിച്ച് പരിശുദ്ധ അമ്മയെ പോലെ അനുഗ്രഹത്തിന്റെ അവകാശികളാകാൻ അഭിഷേകം തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എളിമയാണ് അഹങ്കാരത്തെ തകർക്കാനുള്ള സ്വർഗത്തിൻ്റെ ആയുധം. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് കാണാതെ, ദൈവത്തിൻ്റെ ഔദാര്യമാണെന്ന് കാണാതെ പോയ നിമിഷങ്ങളിൽ നിന്നും ആഴമുള്ള ബോധ്യത്തോടെ ദൈവം എൻ്റെ നന്മയ്ക്കും സഹോദര നന്മയ്ക്കും തന്നതാണെല്ലാമെന്ന് ഏറ്റുപറഞ്ഞാൽ നാം എളിമയിലായിത്തീരും. വിശുദ്ധ ബർനാർഡ് നമ്മളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരുവൻ ആരാണെന്ന് അവൻ തന്നെ മനസ്സിലാക്കുന്നതാണ് എളിമ. ശരിക്കും എൻ്റെ ജീവിതം എന്താ എന്ന്, ഞാൻ ആരെന്നൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ കണ്ണാടിക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ധ്യാനിക്കുക. തോമസ് അക്വിനാസ് പുണ്യാൻ്റെ വാക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്: ഒരുവനെ എല്ലാ കെട്ടുപാടിൽ നിന്നും രക്ഷിക്കുന്ന പുണ്യമാണ് എളിമ. ബന്ധനം അഴിയണമെങ്കിൽ നീ എളിമയുള്ള വ്യക്തിയായിട്ട് മാറണം. എളിമയെന്ന പരമപുണ്യത്തിന് വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം തമ്പുരാൻ്റെ മുമ്പിൽ. എളിമയുള്ള ഒരാൾ പാപത്തിൽ വീഴാനോ തഴക്കദോഷത്തിൽ പെടാനോ ഇടയാവില്ലെന്നും തോമസ് അക്വിനാസ് പുണ്യം പറയുന്നുണ്ട്. നമ്മളൊക്കെ ഏതെങ്കിലും പാപത്തിൻ്റെ ബന്ധനത്തിലാണ് എങ്കിൽ, തഴക്കദോഷത്തിൻ്റെ പിടിയിലാണ് എങ്കിൽ, ഈ ദിവ്യകാരുണ്യനാഥനോട് ഈ രണ്ടാമത്തെ വെള്ളിയാഴ്ച മൂലപാപത്തിൽ ഈ രണ്ടാമത്തേത് നമ്മൾ ധ്യാനിക്കുമ്പോൾ പറയാ, ബന്ധനം അഴിയണോ, തഴക്കദോഷം മാറണോ, നീ എളിമയിൽ വളരാൻ ആഗ്രഹിക്കണം. കർത്താവേ, കരുണ കാണിക്കണം. ദൈവത്തിൻ്റെ കാരുണ്യത്തിലല്ലാതെ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ലെന്ന് വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നുണ്ട്. ദൈവം തൻ്റെ കാരുണ്യം ഇങ്ങനെ പറ്റാതെ ചൊരിയുന്നത് കൊണ്ടാണ് താളപ്പിഴകൾക്കിടയിലും നാമൊക്കെ വലിയ പരുക്ക് പറ്റാണ്ട് ജീവിച്ചു കടന്നു പോകുന്നത് എന്നുള്ള ബോധ്യം, അവബോധം ഉള്ളിൽ നിറയട്ടെ. കരുണയ്ക്ക് വേണ്ടി ഇരു കരങ്ങളും ഈ സന്നിധാനത്തിലേക്ക് തുറന്നു പിടിക്കാം. ഈ കാരുണ്യത്തിൽ നിന്നും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ആ ബാബേൽ അനുഭവത്തിലേക്ക്
അഹങ്കാരിയായ ഉസിയായുടെ ജീവിതത്തിൻ്റെ അനുഭവം പോലത്തെ അനുഭവത്തിലേക്ക്, അഹങ്കാരം കൊണ്ട് നിറഞ്ഞ ഓരോ വ്യക്തിയുടെയും ജീവിതം വരുത്തി വെച്ച വിനകളും ദുരനുഭവങ്ങളും നിറഞ്ഞ എല്ലായിടങ്ങളിലേക്കും കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ വറ്റാത്ത പ്രവാഹത്തെ പെയ്തൊഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. എല്ലാവരും ചേർന്ന് കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. എൻ്റെ അഹങ്കാരത്തിൻ്റെ സ്വാർത്ഥതയുടെ എല്ലാ മേഖലയിലേക്കും, അഹങ്കാരത്തിൻ്റെ ഭവിഷ്യത്തായിട്ട് എന്നിൽ രൂപപ്പെട്ട സംസാരത്തിൻ്റെ നിലപാടിൻ്റെ ധാഷ്ട്യത്തിൻ്റെ മേഖലകളിലേക്ക് കരുണാമയനെ ക്രൂശിതനെ വലിയ കൃപയൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. എൻ്റെ ജീവിതം കൊണ്ടും നിലപാട് കൊണ്ടും ദൈവത്തെ തള്ളിപ്പറഞ്ഞും ഒറ്റിക്കൊടുത്തും ഓടിപ്പോയും കടന്നുപോയ സകല അനുഭവങ്ങളിലേക്കും കരുണാമയനെ കാരുണ്യരൂപനെ ക്രൂശിത അങ്ങ് കടന്നുവാ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. കരങ്ങൾ കൂപ്പി ശിരസ്സ് കുമ്പിട്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു പഠിപ്പിച്ചു ലൂക്കാ സുവിശേഷം 18:14 തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. മത്തായി സുവിശേഷം 11:29 പറയുന്നില്ലേ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാ, എന്നിൽ നിന്ന് പഠിക്ക്. പത്രോസ്ലിഹ 1 പത്രോസ് 5:6 ഓർമ്മപ്പെടുത്തും, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്ക്, തക്ക സമയത്ത് അവിടെ നിന്ന് ഉയർത്തും. കർത്താവേ, നിൻ്റെ ഉയർത്തലിന് വേണ്ടി, നിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, നിൻ്റെ കരുണാമസ്ത്രമായ കരുതലിന് വേണ്ടി ഞങ്ങളെ ചേർത്ത് വയ്ക്കും. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്ത് നന്ദിയേകിടും. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ മെനഞ്ഞത. സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്, 2540 മാമോദീസ മുങ്ങിയ വ്യക്തി വിനയത്തിൽ ജീവിക്കാൻ തന്നെ തന്നെ പരിശീലിപ്പിക്കണം. സഭ ഇങ്ങനെ ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെ നമ്മെ വല്ലാണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഈശോയോട് പറയാം, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദിയേകിടും. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്ത് നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്ത് നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. അഹങ്കാരത്തിൻ്റെ ഇടങ്ങളെ മുഴുവനും വിട്ടുകൊടുത്ത് എളിമയുടെ പുണ്യവഴികളോട് ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതനിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അഹങ്കാരത്തിൻ്റെ മേഖലകളെ മുഴുവനും കണ്ടെത്തി തിരുത്താൻ തീരുമാനമെടുത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എളിമയാൽ പരിപുഷ്ടമാക്കപ്പെട്ട അതിനിണങ്ങുന്ന ജീവിതശൈലി കൊണ്ട് നിറഞ്ഞൊരു ജീവിതം തരണേ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എളിമയുടെ നിറകുടമായ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സർവം ആ കൃപാഭിഷേകത്തിന് വേണ്ടി സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.